കൃഷ്ണ ഗുരുവായൂരപ്പ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗുരുവായൂർ നടയിലെ ഒരു ബ്രഹ്മചാരിക്കുണ്ടായ ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്രതത്തിനു വേണ്ടി ഇയാൾ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരുന്നു. അതായത് ആജന്മ ബ്രഹ്മചാരിയൊന്നുമല്ല, അതായത് എക്കാലവും ബ്രഹ്മചാരിയല്ല. ഒരു പ്രത്യേക വ്രതത്തിന് വേണ്ടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം ഷെയർ ചെയ്തപ്പോൾ അത് എനിക്ക് പറയാമെന്ന് തോന്നി. നല്ലൊരു പ്രത്യേക അനുഭവമാണെന്ന്, ഭഗവാന്റെ നേരിട്ടുള്ള ഒരു അനുഭവമാണെന്ന് എനിക്കത് തോന്നി. കാരണം ഇത്രയും ഫലസിദ്ധി നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഉണ്ടാവുന്നു. അതായത് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു. ഇതൊക്കെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ എന്താണ് അനുഭവമെന്ന് പറയാം. ഒരിക്കൽ ഈ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയി. അപ്പോൾ ക്യൂവിലായിരുന്നു, കുറച്ച് തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. എന്നാൽ കുറച്ച് തിരക്കുണ്ടായിരുന്നുള്ളൂ, അതിന് മാത്രം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ അടുത്ത് വല്ലാതെ മോശമായ രീതിയിൽ പെരുമാറുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അതായത് തൻ്റെ ബ്രഹ്മചര്യം തെറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ മോശമായിട്ടാണ് ആ സ്ത്രീ പെരുമാറുന്നത്. ഇത് അസഹ്യമായി തീർന്നപ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നുമില്ല, തൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇത് വളരെ അദ്ദേഹത്തിന് അസഹ്യമായി തോന്നി. ക്യൂവിലാണ് നിൽക്കുന്നത്, ഓടിപ്പോകാനും പറ്റില്ല. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഏറ്റവും അവസാനം കയറേണ്ടി വരും. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തന് എപ്പോഴും ആയുധമായിട്ടുള്ളത് അല്ലെങ്കിൽ സംരക്ഷണമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഭഗവാനെ തന്നെ വിളിച്ചു, അതായത് ഗുരുവായൂരപ്പനെ തന്നെ വിളിച്ചു. മനസ്സുരുകി ഗുരുവായൂരപ്പനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. മനസ്സിൽ ഇങ്ങനെ നല്ല ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ ശബ്ദം ആകാശത്ത് നിന്ന് കേൾക്കുകയും അതൊരു ഇടിമുഴക്കമായിരുന്നു. പെട്ടെന്ന് തന്നെ കോരിച്ചൊരിയുന്ന മഴയുണ്ടാവാനുള്ള യാതൊരു പ്രതീക്ഷയും അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് വലിയൊരു ഇടിമുഴക്കത്തോടെ ചറപറാന്ന് മഴ പെയ്യുകയും ഈ സ്ത്രീ തൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നതെങ്കിലും ഈ സ്ത്രീ മാത്രം നനയുകയും ഈ പറയുന്ന ആൾ, ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആൾ ഒട്ടും നനയാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഈ വെള്ളം മുഴുവൻ ഈ സ്ത്രീയുടെ ശരീരത്തിലേക്ക് വന്ന വഴിക്ക് ആ സ്ത്രീ പെട്ടെന്ന് പേടിച്ച് ഓടിപ്പോയി. ആ മഴ നനഞ്ഞവരൊക്കെ ഓടിപ്പോയി അവിടെ നിന്ന്. അപ്പോൾ മഴ നനഞ്ഞിട്ട് മാറിപ്പോയപ്പോൾ ഇദ്ദേഹത്തിന് സമാധാനമായി. ആ സ്ത്രീ പോയി അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹം ഇവിടെ തൊഴാനായിട്ട് സമാധാനത്തോടെ തൊഴാൻ, അല്ലെങ്കിൽ അമ്പലത്തിൽ നടയിൽ കയറുന്നത് വരെ ഈ ശല്യം ഞാൻ സഹിക്കണം എന്ന് കരുതി അദ്ദേഹം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ശല്യം പോയി. ആ സ്ത്രീ അവിടുന്ന് മാറിപ്പോയി, ഓടിപ്പോയി. എന്തോ ഭഗവാന്റെ ഒരു ശക്തി, ഭഗവാനെ വിളിച്ചപ്പോഴേക്കും ഒരു ഘോരമായ ഇടിവെട്ടിൻ്റെ രൂപത്തിലും മഴയുടെ രൂപത്തിലും വന്ന് തൻ്റെ ആ വ്രതത്തെ കാത്തു സൂക്ഷിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. മാത്രമല്ല ഇത് നമ്മൾ എപ്പോഴായാലും, അതായത് ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുമ്പോഴെന്ന് മാത്രമല്ല എപ്പോഴായാലും, ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷനായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഭഗവാനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ, ശക്തമായി വിളിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കാര്യം. അത് അദ്ദേഹം തന്നെ ഞെട്ടിത്തരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് പെട്ടെന്ന് ഇങ്ങനൊരു ശബ്ദം, ഭഗവാനെ വിളിച്ച വഴിക്ക് ഇങ്ങനെ ഉച്ചത്തിലൊരു ഇടിമുഴക്കം കേൾക്കുകയും ആ സ്ത്രീ മാത്രം നനയും, തൊട്ടടുത്തുനിന്ന് ഇദ്ദേഹം ഒട്ടും നനഞ്ഞില്ല. അപ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് പോവുകയും ചെയ്തു, മഴയത്ത് നിൽക്കാനാവാതെ മാറിപ്പോയി. അങ്ങനെ എങ്ങനെ ഇത് സഹിക്കുമെന്ന് സഹിച്ചു നിൽക്കുമെന്ന് കരുതിയ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഭഗവാൻ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമാണ്. നമ്മൾ ഈ കരുതുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാന്റെ കയ്യിൽ സൊല്യൂഷനില്ലേ? നമുക്ക് ഇപ്പോൾ 1 കോടി കടമുണ്ടെന്ന് വിചാരിക്കുക. ഭഗവാൻ അതൊരു വിഷയമാണോ? അല്ല.
അതൊക്കെ മാറ്റാനും വീട്ടാനും ഭഗവാന് എത്ര എളുപ്പമാണ്. ഭഗവാന് പണം കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ അളക്കാൻ പറ്റുന്ന ഒരാളാണോ ഭഗവാൻ? ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങൾ, അത് കടമായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, എന്തുണ്ടെങ്കിലും അതിന് ഭഗവാനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക, വിളിക്കുക. അതിനുള്ള സൊല്യൂഷൻ ഉടനടി അദ്ദേഹം കണ്ടെത്തും. മനസ്സിൽ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് അദ്ദേഹം ഉണ്ട് എന്ന് കരുതി വിളിക്കുക. അദ്ദേഹം എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ്. നമുക്ക് അതുകൊണ്ട് സംരക്ഷണം നൽകുന്നതാണ്. അതെ, അത് ആരായാലും, സ്ത്രീ ആയാലും പുരുഷനായാലും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സംരക്ഷണം എല്ലാ രീതിയിലും ഉണ്ടാവുന്ന ഉറപ്പായിട്ടും ഭഗവാനെ തന്നെ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.